ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന ദിവസം മാവ് ഇങ്ങനെ പൊളിച്ച് പൊന്തി കിട്ടുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഉണ്ടാക്കാൻ പോകുന്ന ആൾക്ക് ഭയങ്കര സമാധാനമായിരിക്കും. കാരണം ഇങ്ങനെ പൊളിച്ച് പൊന്തിയ മാവുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും നല്ല സോഫ്റ്റ് ദോശയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയെല്ലാം ഗ്യാരണ്ടിയാണ്. അപ്പം നമുക്ക് ആർക്ക് വേണേലും കുക്കിംഗ് അറിയാവുന്നവർക്കും അല്ലാത്തവർക്കും ഏറ്റവും ഈസി ആയിട്ട് ഇത്ര പൊളിച്ച് പൊന്തിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ദോശ ബാറ്റർ റെഡിയാക്കാനായിട്ടുള്ള റെസിപ്പിയാണ്. വളരെ ഈസിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ പാടൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ദേ കണ്ടില്ലേ, നല്ല പതഞ്ഞ് പൊന്തി നല്ല സോപ്പ് പത പോലെ ഇരിക്കുന്ന മാവാണ്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് നല്ല ഇനം പച്ചരിയാണ്. ഞാനിവിടെ 2.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അളവ് ഗ്ലാസ് ഇട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലാസ്സാണ് കേട്ടോ ഇത്. ഇതിന് ഞാൻ 2.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് അളന്ന് മാറ്റാം. 2.5 ഗ്ലാസ് ഞാൻ അരി ഉഴുന്നും എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ. ഇനി വേണ്ടത് ഉഴുന്നാണ്. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് അല്ല, അതിനേക്കാളും കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. പക്ഷേ 1 ഗ്ലാസ് നിറച്ചെടുത്തിട്ടില്ല. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ഉലുവ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് ഇതെല്ലാം നന്നായിട്ട് കഴുകണം. 3-4 തവണയെങ്കിലും കഴുകി വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വരണം. അത്ര നേരം കഴുകിയിട്ട് അതിനുശേഷം നമുക്ക് ഇതൊന്ന് മുങ്ങിക്കിടക്കാനായിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഈ കുതിർക്കാനായിട്ട് വേണ്ടി യൂസ് ചെയ്യുന്ന അതേ വെള്ളം തന്നെയാണ് നമ്മൾ ബാറ്റർ അരച്ച് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴും യൂസ് ചെയ്യുന്ന ആ വെള്ളം തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അവലൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചുവന്ന അവലാണ് എടുത്തിരിക്കുന്നത്. വെളുത്ത അവലാണ് ഉള്ളതെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അതിനാണ് ഒന്നുകൂടെ നല്ല കളർ കിട്ടുന്നത്. നമ്മൾക്കിവിടെ കുത്തരിയാണ്, അപ്പോൾ ഞാൻ ചോറ് ചേർക്കുന്നതും അവൽ ചേർക്കുന്നതും ചുവന്നതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് അടച്ച് വെച്ചേക്കാം. ഒരു 4-5 മണിക്കൂറെങ്കിലും മിനിമം ഇത് കുതിരട്ടെ. കുതിർന്നതിന് ശേഷം ഈ വെള്ളം തന്നെ ഉപയോഗിച്ച് നമുക്ക് അരയ്ക്കാൻ നേരം വെള്ളം ശ്രദ്ധിക്കുക. വെള്ളം കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വെള്ളം കുറച്ചേ യൂസ് ചെയ്യാവുള്ളൂ. ഇത്രയും വെള്ളം അരയ്ക്കാൻ വേണ്ടി ആദ്യം യൂസ് ചെയ്യരുത്. ഇനി അതെല്ലാം ഇവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് ചോറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ചോറും ഇതുപോലെ വെളുത്ത ചോറാണെങ്കിലും ചുവന്ന ചോറാണെങ്കിലും ഏത് വെള്ളം ചേർക്കുക. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കുക. ഞാനിവിടെ അരച്ച് കഴിയുമ്പോൾ ബാറ്ററിൻ്റെ എങ്ങനത്തെ ബാറ്ററാണെന്ന് കാണിച്ചു തരാം. ഞാനൊരു അല്പം റണ്ണി ആയിട്ടുള്ള ബാറ്ററാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. ഒത്തിരി തിക്കായിട്ടുള്ള ബാറ്ററല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഇത് പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 2.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. എനിക്കിത് 2 ദിവസത്തേക്കിനുള്ളതാണ്. ഒരു ദിവസം ഇഡ്ഡലിയും ഒരു ദിവസം ദോശയും അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പം ഈ പാത്രത്തിന് പകുതി നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഒരു 5 മിനിറ്റോളം കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിങ്ങനെ കൈ കൊണ്ട് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് അവിടെ ഇവിടെ നിന്ന് ഉപ്പിരിക്കരുതല്ലോ, അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഈ കൈ കൊണ്ടുള്ള മിക്സിങ്ങിലാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കുന്നത് കേട്ടോ. അതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തേ കണ്ടില്ലേ. ഇത് ഇങ്ങനെ റെഡി ആയിട്ടുള്ള ബാറ്ററാണ് എൻ്റേത്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഞാനിവിടെ ഓവർനൈറ്റാണ് വെക്കുന്നത്. നിങ്ങളൊരു 6 തൊട്ട് 8 മണിക്കൂർ വെച്ചാൽ തന്നെ ഇത് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടും. ഇത് പിറ്റേ ദിവസം രാവിലെ ഞാനിപ്പോൾ ദോശ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് റെഡിയായിട്ട് അടുക്കളയ്ക്ക് വന്നപ്പം ഇതാണ് കാണുന്നത്. ആ പാത്രത്തിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ ബാറ്റർ അല്ലേ. പക്ഷേ ഇപ്പം പാത്രത്തിൻ്റെ മുകളിൽ വരെ നന്നായിട്ട് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിരുന്നു ഈ ബാറ്റർ പുറത്ത് ചാടിയനെ. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, എൻ്റെ തവിയിൽ താഴെ അത് പിടിക്കുന്ന കണ്ടില്ലേ. നല്ല പതഞ്ഞ് പൊന്തി ഈ പറഞ്ഞ പോലെ സോപ്പ് പത പോലെ പൊന്തിയ നല്ല മാവാണ്. ഇതുകൊണ്ട് നമുക്ക് ഇഡ്ഡലിയും ദോശയും നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ദോശയെല്ലാം നല്ല സൂപ്പറായിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുക. കാരണം ഇതിൽ ഞാൻ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് ഇനി നമുക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട. ഈ ബാറ്റർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എത്ര പെർഫെക്റ്റ് ആണെന്ന്. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പം ഇഡ്ഡലിയും ദോശയും പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഹോട്ടൽസിലെല്ലാം കഴിക്കുമ്പം അതിനൊരു പ്രത്യേക രസമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പം ഇഡ്ഡലിക്ക് മാവ് ഒഴിച്ച് വെക്കുകയാണ്. ഞാൻ 2 ദോശ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. നമ്മളെപ്പോഴും കഴിക്കുന്നത് ഒരു 5 ഇഡ്ഡലിയാണെങ്കിൽ അതിൽ കൂടുതൽ ഗ്യാരണ്ടി ആയിട്ട് കഴിക്കും. കാരണം അത്ര സോഫ്റ്റിയാണ്, അതുപോലെ സ്പഞ്ചിയാണ്. നമ്മളൊരു കേക്കിൽ തൊടുന്ന പോലെയാണ് ഈ ഇഡ്ഡലീസ്. കണ്ടില്ലേ, നല്ലതായിട്ട് പൊന്തി വന്നിരിക്കുന്ന ഇഡ്ഡലിയാണ്. നമുക്കിത് തൊടാൻ വയ്യ കേട്ടോ, ഭയങ്കര ചൂടാണ്. നമുക്കിതൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഞാനൊരു ദോശ ഉണ്ടാക്കി കാണിക്കാം. ഇതിപ്പോൾ നമ്മുടെ സെറ്റ് ദോശയാണേലും ക്രിസ്പി ആയിട്ടുള്ള ദോശ എല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടും. സെറ്റ് ദോശയൊക്കെ നല്ല സോഫ്റ്റാണ്. ഇത് കണ്ടോണേ, ഞാനിത് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇത് കണ്ടല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ഇനി നമുക്കൊരു ക്രിസ്പി ആയ ദോശ ഉണ്ടാക്കി നോക്കാം. അതിപ്പോൾ നെയ്യോ എണ്ണയോ നല്ലെണ്ണയോ എന്തെങ്കിലും തൂവി കനം കുറച്ച് പരത്തിയെടുക്കാം. ഇത് മസാല ദോശയ്ക്ക് എല്ലാം പെർഫെക്റ്റാണ് കേട്ടോ. മസാല ദോശയാണെങ്കിൽ മസാല അകത്ത് വെച്ച് മടക്കിയെടുക്കാം, അത്രയേ ഉള്ളൂ.
ഇതേ കണ്ടില്ലേ, നല്ല പേപ്പർ തിന്നാണ്, നല്ല ക്രിസ്പിയാണ്. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം എത്ര ക്രിസ്പിയാണെന്ന്. കണ്ടില്ലേ, ഒരു ഫിംഗർ കൊണ്ട് തന്നെ തൊടിഞ്ഞൊടിഞ്ഞ് പോകുന്നത് കണ്ടില്ലേ, എത്ര ക്രിസ്പിയാണ്. അപ്പോൾ വളരെ എളുപ്പമുള്ള റെസിപ്പിയല്ലേ. ഞാൻ ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ് കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇഡ്ഡലിയെല്ലാം തണുത്തു, നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഒരു സ്പൂൺ കൊണ്ട്. ഈ ഇഡ്ഡലി നമുക്ക് മുറിക്കാനായിട്ട് 2 ഫിംഗർ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഞെക്കിയാൽ തന്നെ ഇത് പൊടിഞ്ഞു പോകും, അത്രയ്ക്ക് സോഫ്റ്റാണിത്. ഇതേ കണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റാണ്. ഇപ്പോഴും ചൂടാണ്. ഇത് കയ്യിലിട്ട് ഞാനൊന്ന് ഞെക്കി കാണിക്കാം. വളരെ സ്പോഞ്ചി ആയിട്ടുള്ള നല്ല കപ്പ് കേക്ക് പോലത്തെ ഇഡ്ഡലിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടുക കേട്ടോ. ഇതുപോലെ ഈസി ആയിട്ടുള്ള എൻ്റെ റെസിപ്പീസും ഈസി ആയിട്ടുള്ള ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും അത് ഗ്യാരണ്ടി ആയിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടാനായിട്ടുള്ള റെസിപ്പീസാണ്. നമ്മുടെ ചാനൽസ് കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്യുക. ഒരു ചെറിയ ചാനലാണ്, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ് എനിക്ക് ഈ സ്റ്റേജിൽ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.